ഹലോ ഫ്രണ്ട്സ്, ഒരു സൺഡേ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കാണിച്ചു തരാം. വെണ്ടയ്ക്ക മുളകുണ്ട്, പിന്നെ കുറച്ച് നാളായൊക്കെ നട്ടിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പയറുണ്ട്. ഇതൊക്കെ പിടിച്ചു വരണേ ഉള്ളൂ. കുറച്ച് നാളായി ഞാൻ വെച്ചിട്ട് ഇപ്പം എല്ലാം സെറ്റായി വരുന്നുണ്ട്. വെള്ളമൊക്കെ എന്നും ഒഴിക്കുന്നുണ്ട്, നന്നായി വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ വെച്ച സംഭവങ്ങളൊക്കെ നന്നായിട്ട് വരുന്നു എന്നറിയില്ല. അതായത് മഞ്ഞ റോസാണ്, മുല്ലയുണ്ട്. തുണികളൊക്കെ കഴുകാനൊക്കെ വാഷിംഗ് മെഷീനിലിട്ടു. പാത്രങ്ങളൊക്കെ കഴുകാൻ ഒരു കുന്നിനുണ്ടായിരുന്നു, കുറേയൊക്കെ കഴുകി മാറ്റിയത് ഇനിയുണ്ട്. ഇതാണല്ലോ ഏറ്റവും വലിയ ടാസ്ക്, പാത്രം കഴുകുന്നതാണ് ഒരു വല്ലാത്തൊരു ജോലി. ഇനി ഉച്ചയ്ക്കുള്ള ആഹാരം ഒരു പരുവത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു തക്കാളി കറി ഒന്ന് ഉണ്ടാക്കാമെന്ന്. അങ്ങനത്തെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ഉള്ളിയിൽ വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇറങ്ങി നടന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരു തക്കാളി കറി വെക്കാമെന്ന് വെച്ചു. വാഴത്തട അരിഞ്ഞതുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഒരു തോരനൊക്കെ എടുത്ത് ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മൂത്ത് വരണം. അതിനായിട്ട് തീ കുറച്ച് അങ്ങനെ ഇട്ടേക്കുക. ഇതിനി പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇട്ടിട്ട് പാലൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചു, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചു, എന്ന് കുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല തക്കാളി കറി റെഡിയായിട്ടുണ്ട്. ഇനി അടുത്തത് തോരനൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി കറിയും പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് പ്രോൺസിനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു പ്രോൺസിനെയും ഒന്ന് വറുക്കാനായിട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രോൺസ്. മിക്കപ്പോഴും സൺഡേസിൽ ഞാൻ വാങ്ങാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൊരിച്ച് കഴിക്കും, പിന്നെ എന്തെങ്കിലും റോസ്റ്റോ എന്തെങ്കിലും ആവും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഉച്ച സമയമൊക്കെ അല്ലേ, അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാനൊരു മോഹം. അങ്ങനെ നാരങ്ങയൊക്കെ എടുത്തു. ഒരു അരമുറി നാരങ്ങ എടുത്തുള്ളൂ, ഞാൻ മാത്രം ഉണ്ടാക്കി കുടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാരങ്ങ മുറിച്ചു. ഇപ്പം നിന്ന് ഉണ്ടാക്കട്ടെ എന്ന് കാണിച്ചു തരാം കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ടു. നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ്സിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതൊക്കെ ഒന്ന് കുടിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രോൺസൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഉച്ചയ്ക്കുള്ള ചോറൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വടിച്ചു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടായ കറികളൊക്കെ ഒന്ന് വിളമ്പി നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത്രയേ ഉള്ളൂ. സൺഡേ ആയതുകൊണ്ട് ഒരുപാടൊന്നും ഞാൻ വെച്ചില്ല. ആവശ്യത്തിലധികം പണികൾ വേറെ കിടപ്പുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ലഞ്ച് എന്തായാലും തട്ടിക്കൂട്ടണം. തട്ടിക്കൂട്ടി ലഞ്ചാണിത്. അപ്പോൾ അത് ചോറൊക്കെ വിളമ്പി കറിയൊക്കെ ഒരു സൈഡിലൊക്കെ ഇട്ടു. തോരൻ, എനിക്ക് വാഴത്തട തോരൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഹെൽത്തി അല്ലേ, ഫൈബറൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ആ തോരൻ റെഡിയാക്കി എടുത്തു. അതെ, പ്രോൺസ് ഫ്രൈ അതും എടുത്തു, പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ സൺഡേ ആയിട്ട് ഒരുപാട് പണികളുണ്ട്. അപ്പം ഇനി അതൊക്കെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ബാക്കി പരിപാടികളിലോട്ടൊക്കെ കടക്കണം. ഒരുപാടൊക്കെ എടുത്താൽ നിങ്ങളെ അങ്ങ് മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. ലഞ്ച് വരെ ഉള്ളത് കാണിച്ച് നിർത്താമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.